തൃശ്ശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ച റിപ്പോർട്ട് 5 മാസമായി 5 മാസമായിട്ട് കിട്ടിയില്ല. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. 5 മാസക്കാലം റിപ്പോർട്ട് കൊടുക്കാതിരുന്നിട്ടപ്പോൾ ഇത് 24-ാം തീയതി ഈ വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്. ആരെ കളിപ്പിക്കുക, ആരെ പൊട്ടരാക്കുകയാണിത്? ആളുകളെ കബളിപ്പിക്കുകയല്ലേ 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത്. അതെല്ലാം ഈ സംഭവം പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ജനങ്ങളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഈ പത്രസമ്മേളനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, അൻവർ ഔട്ടാണ് എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരനായിരുന്നുള്ള ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഓർത്തത്. 2 തവണ അദ്ദേഹത്തെ നിലമ്പൂരിൽ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ആണെന്ന് ഓർത്ത്, പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഓർത്തില്ലേ? ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത് മറന്നിട്ടാണോ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്? ഇത്രയും കാലം കൊണ്ടു നടന്ന അൻവർ നല്ലവനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടതു മുന്നണി ഇപ്പോൾ അദ്ദേഹത്തെ തള്ളി പറയുന്നു. ഇനി അദ്ദേഹത്തെ പുറത്താക്കുക ആണ് അടുത്ത നടപടി. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, എല്ലാ കൊള്ളക്കാരെയും, എല്ലാ സാമൂഹ്യ വിരുദ്ധരെയും, എല്ലാ കള്ളക്കടത്തുകാരെയും സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് ഈ ഭരണകൂടം മാറിയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരടവ് മാത്രമാണ്. രണ്ടാമത്തെ പാർട്ടിയാണ് CPI. CPIക്ക് ഒരു വിലയുമില്ല എന്ന് നിരന്തരമായി ഇപ്പോൾ മുഖ്യമന്ത്രി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് അതെല്ലാം പറയാൻ കഴിയുമോ? സുനിൽകുമാറിൻ്റെ വാക്കുകൾക്കൊക്കെ പഴയ ചാക്കിൻ്റെ വില പോലുമില്ല, കീറച്ചാക്കിൻ്റെ വിലയില്ല. അത് ഇന്നലെ ഉറഞ്ഞു തുള്ളിയ സുനിൽകുമാർ ഇപ്പോൾ പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. 5 മാസമായി. 5 മാസമായിട്ട് റിപ്പോർട്ട് കിട്ടാത്തപ്പോൾ സുനിൽകുമാർ പ്രതികരിച്ചില്ലല്ലോ. പത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴല്ലേ പ്രതികരിച്ചത്. പിന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മുൻ പ്രതിപക്ഷ നേതാവായി ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞില്ല, ഞങ്ങളൊക്കെ ആദ്യം കൊടുത്തവരാണ്. ഞങ്ങളെന്ന് പറഞ്ഞത് എന്താണ്? ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിർബന്ധിത പിരിവ് പാടില്ലെന്നാണ് പറഞ്ഞത്. ആ നിലപാട് ഞങ്ങൾക്ക് എപ്പോഴുമുണ്ട്. ഇവിടെ DA കൊടുക്കാതെ, ശമ്പള പരിഷ്കരണത്തിന് നടപടി സ്വീകരിക്കാതെ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ നിർബന്ധിതമായി പിരിക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കോവിഡ് കാലത്ത് പിരിച്ച പണം അടിച്ചു മാറ്റിയ ആളുകൾക്ക് പേര് നടപടി എടുത്തിട്ടുണ്ടോ ഇത്രയും നാളായി? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിച്ച പാർട്ടി നേതാക്കന്മാരുടെ പേര് നടപടി എടുത്തിട്ടുണ്ടോ? എന്നിട്ട് വേണം മുഖ്യമന്ത്രി പറയാൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം ജനങ്ങളെ കബളിപ്പിക്കാനും പാർട്ടി സമ്മേളനത്തിൽ തടിയൂരാനും വേണ്ടിയുള്ള ഒരടവ് മാത്രമാണ്. ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗുരുതരമാണെന്ന് പ്രതിപക്ഷം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അൻവറിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളി. അപ്പോൾ ഇനി അൻവറിന്റെ ഒരു രാഷ്ട്രീയ സംരക്ഷണം അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അതിനെപ്പറ്റി അത് ആലോചിക്കേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിച്ച വ്യക്തി ആരെന്നല്ല, ഉന്നയിച്ച ഇഷ്യൂസ്, ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതൊരു ഭരണകക്ഷി MLA തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ. ഇപ്പം അൻവർ മുഖ്യമന്ത്രി തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാറട്ടെ, നല്ല കാര്യമാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ഒളിച്ചു വെക്കാനുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാൽ മനസ്സിലാകുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വാദിക്കേണ്ടി വരും. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ KG മാരാരോടൊപ്പം കൂത്തുപറമ്പിൽ വോട്ട് പിടിച്ചതും KG മാരാർക്ക് വേണ്ടി EMS പോയി പ്രസംഗിച്ചതൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരും.
ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതിന് ഇതിനകത്ത് ഒരു സാങ്കത്യവുമില്ല. ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ തടി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് മരിച്ചുപോയ ശ്രീ K കരുണാകരനെയും ജയറാം പടിക്കലിനെയും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആരോ എഴുതി കൊടുത്തത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. സത്യമാണെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ ചില പഴയ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ ജയിച്ചു. BJP യുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് MLA പോലും ആവത്തില്ലായിരുന്നു. അതാണ് സത്യം.